ശശി തരൂരിന്റെ പ്രചാരണത്തിനിടെ വീണ്ടും തമ്മിലടിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. KSU ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനാണ് മർദ്ദനമേറ്റത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗോകുൽ ശങ്കറാണ് മർദ്ദിച്ചത്. ഗോപു തരൂരിനു വേണ്ടി സജീവമായി പ്രചാരണത്തിനിറങ്ങുന്നതിലുള്ള അമർഷമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് ആരോപണം. ഇന്നലെ രാത്രി നാലാഞ്ചിറയിലായിരുന്നു സംഭവം. വി അരുൺ ചേരുന്നു. അരുൺ, എന്താണ് സംഭവിച്ചത്? അശ്വതി, ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ തമ്മിലടി തുടരുകയാണ്. ആദ്യം കോളം മണ്ഡലത്തിലെ ബാലരാമപുരത്ത്, പിന്നീട് ഇന്നലെ വീണ്ടും നാലാഞ്ചിറയിലാണ് ഇതേ അടിയുണ്ടായത്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റാണ് ഗോപു നെയ്യാർ. ഗോപു സജീവമായി തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ പ്രചരണ പരിപാടികളിൽ പങ്കാളിയാണ്. അതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഗോപുവും ഈ മർദ്ദിച്ചവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അതിന്റെ ബാക്കിയാണ് ഇന്നലെ നാലാഞ്ചിറയിൽ ഉണ്ടായത്. ഗോപുവിനെ ഈ രണ്ടുപേർ ചേർന്ന് പ്രചരണത്തിനിടെ വിളിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. ഗുരുതരമായ മർദ്ദനം ഗോപുവിനെ ഏറ്റിട്ടുണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത്. ഗോപു ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുമുണ്ട്. ഗോപു ഈ പ്രചരണത്തിൽ സജീവമാകുന്നതിന്റെ എതിർപ്പാണ് ഈ മർദ്ദനത്തിന് കാരണമെന്നാണ് ആക്ഷേപം ഉയർന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ഗോകുൽ ശങ്കർ, അസംബ്ലി സെക്രട്ടറി രജിത് അമ്പലമുക്ക് എന്നിവർക്കെതിരെയാണ് ഗോപു പരാതി നൽകിയിട്ടുള്ളത്. ഈ പ്രചരണത്തിൽ പങ്കെടുക്കുന്നതിനിടെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. ഏതായാലും ശശി തരൂരിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിട്ടുനിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്നവരുടെ കൂടെ ഉള്ള സംഘമാണ് ഇത്തരത്തിൽ ഗോപുവിനെ മർദ്ദിച്ചതെന്ന ആരോപണമാണ് ഉണ്ടാകുന്നത്. ശരി.